ഇൻവെസ്റ്റർ പ്രസന്റേഷന് സാധാരണഗതിയിൽ ആൾക്കാർ പോകുമ്പോഴത്തേക്കും ഒരു പ്രവണത കണ്ടുവരുന്നത് എല്ലാവരും നല്ല ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ആയിരിക്കും. നല്ലതുപോലെ ദ ബിസിനസ് മാൻ പ്രസൻസ് ഹിസ് ബിസിനസ് ഐഡിയ, ഹിസ് പ്രൊജക്ട് പ്ലാൻ, എവറിത്തിങ് ബിഫോർ ദി ഇൻവെസ്റ്റർ. പെട്ടെന്നായിരിക്കും സഡൻ ആയിട്ട് ഇൻവെസ്റ്ററുടെ നിന്ന് ഒരാൾ പറയുന്നത് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ പ്രോജക്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരം കേട്ടാൽ നമ്മുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കണം? ഒരു ഐഡിയൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യു ഷുഡ് സ്മൈൽ ആൻഡ് യു ഷുഡ് ബി ഹാപ്പി. പക്ഷേ അടുത്ത കാര്യം, അങ്ങനെയാണെങ്കിൽ എത്ര ഷെയർ എനിക്ക് തരും? എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ വാല്യൂ? ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്? ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടാണോ ഒരു ഇൻവെസ്റ്റർ പ്രസന്റേഷന് നിങ്ങൾ പോകുന്നത്? അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും യു ഷുഡ് തിങ്ക് ഓഫ് ദാറ്റ്. യു ഷുഡ് ബി ഹാവിങ് ആൻ ഐഡിയ ഓഫ് നമ്മുടെ കമ്പനിയുടെ വില എന്താണ്, നമ്മുടെ കമ്പനിയുടെ എത്ര ശതമാനം ഷെയർ ആണ് നമ്മൾ ഇൻവെസ്റ്റർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഇൻവെസ്റ്റർക്ക് കൊടുക്കാൻ പോകുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവകാശങ്ങൾ എന്തൊക്കെ? ഒരു ഡയറക്ടർ ബോർഡ് പൊസിഷൻ കൊടുക്കുന്നുണ്ടോ? ഫിനാൻസിന്റെ കൺട്രോളർ ആർക്കാണ്? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ടേം ഷീറ്റ് ആയിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഈ ടേം ഷീറ്റിനോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു നെഗോഷിയേഷനിൽ ഏർപ്പെടുമ്പോൾ ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റും ഇൻവെസ്റ്ററുമായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. സോ ബിഫോർ ഗോയിങ് ഫോർ എനി ഇൻവെസ്റ്റർ പ്രസന്റേഷൻ ഫോർ ദാറ്റ് മാറ്റർ, you need to finalize what are the terms and conditions under which you are entering into a partnership with the investor. This has to be well documented and presented before the investor along with the non-disclosure agreement.